കോൺഗ്രസ് പാർട്ടി പ്രതിരോധത്തിലായിരിക്കുമ്പോഴെല്ലാം പാർട്ടിക്ക് പുതുജീവനും ആശയും ആവേശവും നൽകിയ നേതാവാണ് വി.ഡി. സതീശൻ. അതേപറ്റി കൂടുതൽ അറിയണമെങ്കിൽ കുറച്ചു വർഷം പുറകോട്ട് പോകണം. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ലോട്ടറി വിവാദത്തിലൂടെ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മുതൽ ഇയാൾ കോൺഗ്രസ് പാർട്ടിയെ താങ്ങി നിർത്തിയത് കുറച്ചൊന്നുമല്ല. തുടർച്ചയായി രണ്ടാം തവണയും പ്രതിപക്ഷത്ത് തുടരേണ്ടി വന്നപ്പോൾ നിർജീവമായി പോയ ഈ പാർട്ടിക്ക് മൃതസഞ്ജീവനിയേക്ക് ആശയവും ആവേശവും നൽകിയത് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനും യു.ഡി.എഫിനും ത്രസിപ്പിക്കുന്ന വിജയം നൽകിയത് പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനമായിരുന്നു. ദുർബലമായ പാർട്ടി സംവിധാനത്തെ താഴെത്തട്ട് മുതൽ ഏകോപിപ്പിച്ച് എതിരാളികൾക്ക് തകർക്കാൻ കഴിയാത്ത ചക്രവ്യൂഹമാക്കി മാറ്റിയതും ഇയാളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ്. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളെയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകരും നേരിടാൻ ഒരുങ്ങുന്നത് ഏറെ പ്രതീക്ഷയോടും ഉത്സാഹത്തോടും കൂടെയാണ്. പ്രവർത്തകരുടെ ഈ മനോഭാവത്തിന് കാരണക്കാരനും അയാൾ തന്നെയാണ്. ലോട്ടറി വിവാദത്തിൽ യു.ഡി.എഫും കോൺഗ്രസുമാണ് ശരിയെന്ന് തെളിയിച്ചുകൊണ്ട് കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലെത്തിച്ച വി.ഡി. സതീശൻ 2 തവണയായി പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണ്. അതിനിടെ വിജയത്തിന്റെ പടിവാതിലിൽ വെച്ച് അനാവശ്യ വിവാദങ്ങളിലൂടെ അയാളെയും പ്രവർത്തകരുടെയും മനോവീര്യത്തെ തകലിക്കെടുത്തുവാൻ ആരെയും അനുവദിക്കില്ല.